അഭിമന്യ ജേക്കബ് തൂങ്കഴി പിതാവിന്റെ ദേഹവിയോഗത്തില് തൃശ്ശൂർ അതിരൂപതയോട് ചേർന്ന് ഞാനും അനുശോചനം അറിയിക്കുകയാണ്. രൂപതയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അഭിമന്യ പിതാവിന്റെ ദേഹവിയോഗം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. പിതാവിനെ വളരെ അടുത്ത് ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. 1998 റോമിലേക്ക് എന്നെ ഉപരിപഠനത്തിന് വേണ്ടി യാത്രയാക്കിയത് അഭിമന്യ പിതാവാണ്. അതിനുശേഷം പിതാവ് റോമിൽ വരുമ്പോഴെല്ലാം പിതാവിന്റെ കൂടെ നടക്കാനും പല കാര്യങ്ങൾക്കും പിതാവിന്റെ ഒപ്പം നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പിതാവിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒരുപക്ഷെ മറ്റാർക്കും പറയാൻ പറ്റാത്ത എന്റെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 2000 ജൂബിലി വർഷത്തില് അഭിമന്യ പിതാവ് ഇവിടെ റോമിൽ വന്നു. അപ്പൊ ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഇവിടുത്തെ ജൂബിലിയുടെ ഭാഗമായിട്ട് ബസിലിക്കകളിൽ തുറന്നിരിക്കുന്ന വിശുദ്ധ വാതിലിലൂടെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ഒരു തീർത്ഥാടനം നടത്തണം. അങ്ങനെ ഞാനും അഭിമന്യ പിതാവും കൂടെ ഓരോരോ ബസിലിക്കകള് കയറാൻ വേണ്ടി പോയി. സെന്റ് പാവുളോ ബസിലിക്ക കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് പിതാവിന്റെ ഷൂസ്, പഴയത് ഇട്ട് വന്നിരുന്ന പിതാവിന്റെ ആ ഷൂസ് തേഞ്ഞു പോയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ, ഈ ഷൂസ് വല്ലാതെ തേഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് വെച്ച് ഇനി ഒരു പൊതുപരിപാടിക്ക് പോകുക അത് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ഞാനും പിതാവും കൂടെ ഉച്ചയ്ക്ക് പിതാവ് താമസിക്കുന്ന സ്ഥലത്തെത്തി. പിതാവ് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് പിതാവിന്റെ ചെരുപ്പുമായി ഞാനൊരു ഷൂസ് വാങ്ങാൻ റോമിൽ പോയി. ഉച്ച സമയത്ത് റോമിലെ പല കടകളും മുടക്കമായിരുന്നതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ വലിയ കടകളൊന്നും അന്വേഷിച്ച് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിതാവിന്റെ ഷൂസിന്റെ വലിപ്പത്തിലുള്ള ഒരു ഷൂസ് വാങ്ങി ഞാൻ തിരിച്ചെത്തി. ഉറക്കമുണർന്ന പിതാവിന്റെ കാലിൽ ഷൂസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, ബാബുച്ച, ഇത് എന്റെ കാലിൽ വളരെ വലിപ്പം കുറവുള്ളത് പോലെ തോന്നുന്നു. ഞാനിത് ഇട്ട് മുൻപോട്ട് പോയാൽ എന്റെ കാല് പൊട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പിതാവിനെ ചെയ്യുക? പെട്ടെന്ന് പിതാവ് എന്നോട് പറഞ്ഞു, ബാബുച്ചന്റെ കാലും എന്റെ കാലും ഒരേപോലെയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ബാബുച്ചന്റെ ഷൂസ് ഒന്ന് ഊരി തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഷൂസ് ഊരി കൊടുത്തു. നമുക്കറിയാം, ഒരു ഷൂസ് മറ്റൊരാൾ ഉപയോഗിക്കുക സാധാരണയിൽ പെട്ടൊരു കാര്യമല്ല. പിതാവ് ആ ഷൂസ് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ബാബുച്ച, ഇത് നല്ല പാകം, ഒരു കുഴപ്പമില്ല. അപ്പൊ അന്ന് ഉച്ച കഴിഞ്ഞ് പിതാവിനൊരു പൊതു പരിപാടിയുണ്ട്. പിതാവ് എന്റെ ഷൂസുമായി ആ പൊതുപരിപാടിയിൽ പോയി പങ്കെടുത്തു. വൈകുന്നേരമായപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, എനിക്ക് നാളെ തന്നെ രാവിലെ അസീസിക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ഷൂസ് വാങ്ങിയിട്ടുണ്ട്. പിതാവ് പറഞ്ഞു, ഇല്ല, ഈ ഷൂസിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്റെ ഷൂസ് പിതാവ് 2 ദിവസം ഉപയോഗിച്ചത് 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും ഇന്നും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ്. പിതാവ് ഒരു അപ്പൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു അമ്മയായിട്ടാണ് പിതാവിന്റെ ഹൃദയം അടുത്തറിയുന്നവർക്കെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ഒരു ആർദ്രതയുള്ള ഒരു സ്നേഹമസൃണമായ ഒരു ഇടപെടല് പിതാവിനെ അടുത്ത് പരിചയമുള്ള എല്ലാവർക്കും അറിയാം. 2 വർഷം മുമ്പ് പിതാവ് ഒരുപക്ഷെ റോമിലേക്ക് അവസാനമായി പിതാവ് ഒരു യാത്ര വന്നു. അന്നും ഞാനാണ് പിതാവിന്റെ കൂടെ ഇവിടെ പല സ്ഥലങ്ങളിലും പോയത്. അന്ന് പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 50-ാം വർഷമായിരുന്നു. പിതാവിനോട് പറഞ്ഞു, ബാബുച്ച, എനിക്ക് ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. എന്റെ ഈ മെത്രാഭിഷേകത്തിന്റെ 50-ാം വർഷം പത്രോസിന്റെ ശവകുടീരത്തോട് ചേർന്നുള്ള അൾത്താരയിൽ കുർബാന ചൊല്ലണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ഞാനും പിതാവും കൂടെ അതിനു വേണ്ട ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുർബാന ചൊല്ലാനുള്ള അവസരം കിട്ടി. ഞാനും പിതാവും കൂടെ പത്രോസിന്റെ അൾത്താരയില് പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ ജൂബിലിയുടെ ഭാഗമായിട്ട് അർപ്പിച്ച കുർബാന പിതാവ് കൂടെ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ബാബുച്ച, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്റെ മെത്രാഭിഷേകത്തിന്റെ ഈ ജൂബിലി വർഷത്തിൽ പത്രോസിന്റെ ആ അൾത്താരയിൽ കുർബാന ചൊല്ലിയത്. അതിനുശേഷം ഞങ്ങൾ പോയത് പിതാവ് പഠിച്ച് പട്ടം കിട്ടിയ കുർബാനിയം പള്ളിയിലെ സെമിനാരിയിലെ ചാപ്പലിലാണ്. അവിടെ ചെന്ന് മുട്ടുകുത്തി പിതാവ് എന്നോട് പറഞ്ഞു, ഈ പള്ളിയിലാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്.
ദീർഘനേരം അവിടെ ഇരുന്നു കൊണ്ട് പിതാവ് പ്രാർത്ഥിച്ചു. ഓക്കെ. ഒത്തിരി നല്ല ഓർമ്മകള്. പിതാവ് ഒരു മാതൃഹൃദയം, അത് അടുത്തറിയുന്നവർക്ക് മുഴുവൻ ബോധ്യപ്പെട്ട ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ. പരിചയപ്പെട്ട അന്ന് നാൾ മുതൽ ഇന്ന് വരെ പിതാവിനെ കുറിച്ചുള്ള ദീപ്തമായിട്ടുള്ള ഓർമ്മകളാണ് എന്റെ മനസ്സിൽ. സത്യമായിട്ടും ഒരു വിശുദ്ധനായി അൾത്താരയിൽ പൂജിക്കപ്പെടുന്ന ഒരു സമയത്തിന് വേണ്ടി പിതാവിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നു. പിതാവിന്റെ ദേഹവിയോഗത്തില് ഞാൻ എന്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള അനുശോചനം ഞാൻ അറിയിച്ചു. വളരെ നന്ദി.